ഇന്നത്തെ കാലത്ത് ഒരു ജോലി മോശമെന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ ഉള്ളൊരു ഞാനുണ്ടായിരുന്നു. പത്രം ഇടാനും പാലിടാനും അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ അതർ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാർട്ട് ടൈം ജോബ് ചെയ്യാനും എല്ലാം പോയൊരു ഞാനുണ്ടായിരുന്നു. കാർ കഴുകി കൊടുക്കാനും ഒക്കെ. ഇതൊക്കെ ചെയ്തിട്ടാണ് പിന്നാണ് ഒരു വഴിത്തിരിവ് പോലെ ഒരു ബ്രേക്ക് പോലെ ഞാൻ ഈ ബിസിനസ്സിൽ കാലെടുത്ത് വെക്കുകയും അതെനിക്ക് അങ്ങനെ ഇവിടം വരെ ആവാനായിട്ട് സാധിച്ചത്. അപ്പം ചിലവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ജോലി പറയത്തില്ല, അത് ഇന്ന ജോലിയാണ്. അല്ലെങ്കിൽ കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പം വേസ്റ്റ് എടുക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ മാലിന്യം പെറുക്കാൻ പോകുന്നവരൊക്കെ ഞാൻ ഡ്രൈവറാണ് അല്ലെങ്കിൽ അതെടുക്കാൻ പോകുന്നവരാണെന്ന് പറയത്തില്ല. അത് അവർക്ക് എന്തോ ഒരു മോശം ഇതായിട്ട് കാണുന്നവരുണ്ട്. ഞാനെന്നല്ല, ഏതൊരാളാണെങ്കിൽ പോലും ഏത് ജോലി ആയിക്കോട്ടെ, ഇപ്പം തയ്യൽ പണി ചെയ്യുന്നവരോ അല്ലെങ്കിൽ മേശിരി പണി ചെയ്യുന്നവരോ. അപ്പം നമ്മൾ ആക്ച്വലി ഒരു മേശിരി പണി ചെയ്യുന്ന ഒരാൾക്ക് ഇന്ന് ഒരു 1200 രൂപ പെർ ഡേ സാലറി ഉണ്ട്. 30 ദിവസം വെച്ച് കൂട്ടുവാണെങ്കിൽ നോർമലായിട്ടൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറിന് സ്റ്റാർട്ടിങ് കിട്ടുന്നതിനെക്കാട്ടി ശമ്പളമുണ്ട് അവർക്ക്. പക്ഷേ ഈ 2 പേരുടെയും പറയുന്ന അല്ലെങ്കിൽ മറ്റേ ആൾ വൈറ്റ് കോളർ ജോബ് ഇട്ടിരിക്കുന്നതിൻ്റെ സ്റ്റാറ്റസും പറഞ്ഞ വെയിൽ കൊണ്ട് മേശിരി പണി ചെയ്യുന്നവരുടെ സ്റ്റാറ്റസ് രണ്ടാകുന്ന രീതിയിൽ കണക്കാക്കുന്ന ഒരു സമൂഹമാണല്ലോ നമ്മുടെ ഉള്ളത്. അപ്പോൾ മറ്റേ ആളെക്കാട്ടി കിട്ടുന്ന സാലറി ഈ മേശിരി പണി ആൾക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. ആൾക്ക് പ്രൗഡിയാണ് വേണ്ട, അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറയാനുള്ളൊരു ഒരു ഹെഡ് വെയിറ്റ് ഉണ്ടല്ലോ, ആ ഒരു ഇതാണ് സംഭവം വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏതൊരു ജോലിയും മോശമെന്നൊരിക്കലും പറയേണ്ട ആവശ്യമില്ല. എന്ത് ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഞാൻ മെയിൻലി ഒരു ചെറിയൊരു കോട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ എന്ത് ചെയ്താലും ബിസിനസ് ആണെങ്കിലും ജോലിയാണെങ്കിലും, ഈ ബിസിനസ് തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ച്വലി അതൊരു പറയുകയാണെങ്കിൽ അതൊരു ജോബാണ്. നമ്മൾ ചെയ്യുന്ന മനസ്സോടെ നമ്മൾ ചെയ്യുന്നൊരു ജോബാണ്. അത് നമ്മൾ ഇത്രയും പേര് ഇരുത്തി നമ്മളൊരു വണ്ടി ഓടിക്കുന്നേ ഉള്ളൂ. മറ്റേത് വണ്ടി ഓടിക്കുന്ന യാത്രക്കാരല്ല ഒരാൾ, നമ്മൾ അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പം നമ്മൾ എന്ത് ജോബാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാതിരുന്നാൽ മതി. ആ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഏതൊരു ജോബും, എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരാളെ സംബന്ധിച്ച് ഒരു ജോബും മോശമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല.